എല്ലാവർക്കും നമസ്കാരം. പ്രകാശൻ അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ജാതകം വിശകലനം ചെയ്യുന്നത് ശ്രീബുധന്റെ ജാതകമാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം എത്രമാത്രം വ്യക്തിപ്രഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത്. BC 623 ഏപ്രിൽ 14 പല ഡാറ്റകളും നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ ഈ സോഫ്റ്റ്വെയറിൽ കൊടുക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഗ്രഹനിലയല്ല ലഭിക്കുന്നത്. കാരണം അയനാംശത്തിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പകരം BC 622 ഏപ്രിൽ 8 ആ ഡേറ്റ് കൊടുക്കുമ്പോഴാണ് ആ പറയുന്ന ഗ്രഹനില എൻ്റെ സോഫ്റ്റ്വെയറിൽ, അതായത് ഈ ജഗന്നാഥ ഹോരയിൽ കൃത്യമായിട്ട് ആ ഗ്രഹനില മാച്ച് ചെയ്ത് ലഭിക്കുന്നത്. ഗ്രഹനില സെയിം തന്നെയാണ്, പക്ഷേ ഡേറ്റ് അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് സോഫ്റ്റ്വെയറിലുള്ള പ്രയാസങ്ങളായിരിക്കാം, ചെറിയ വ്യത്യാസങ്ങളായിരിക്കാം, കാരണം കാലപ്പഴക്കമുള്ള ഒരു ഡേറ്റ് ആണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഇനി ഗ്രഹനിലയിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും സ്ട്രൈക്കിംഗ് ആയിട്ട് പല രാജയോഗങ്ങളും നമുക്ക് കാണാം. അദ്ദേഹം ജനിച്ചത്, നിർവ്വാണം പ്രാപിച്ചത്, അതുപോലെ ബോധോദയം പ്രാപിച്ചത് എല്ലാം തന്നെ ഒരു പൗർണമി ദിവസമാണ് എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം കർക്കിടക ലഗ്നക്കാരനാണ്. 4ാം ഭാവത്തിൽ ചന്ദ്രൻ ദിഗ്ബലത്തോടുകൂടി നിൽക്കുന്നു. അതുപോലെ തന്നെ 5 ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടുകൂടിയാണ് ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ ദിഗ്ബലത്തോടുകൂടി 4ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഇത് തന്നെ ലഗ്നാധിപൻ അതിശക്തനായി എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. വ്യക്തിപ്രഭാവത്തിൽ നമ്മൾ ലഗ്നം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുക്കുക. ഇനി 10ാം ഭാവം നോക്കിക്കഴിഞ്ഞാൽ 4 അതിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നാൽ സന്യാസയോഗമായിട്ട് പറയും. ഇവിടെ ഇദ്ദേഹത്തിന്റെ 10ാം ഭാവത്തിൽ 5 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു മേടൻ രാശിയിൽ. അവിടെ ഏറ്റവും ബലവാനായിട്ടുള്ളത് സൂര്യൻ തന്നെയാണ്. ദിഗ്ബലത്തോടുകൂടി ഉച്ചരാശിയിലാണ് ഇവിടെ സൂര്യൻ നിൽക്കുന്നത്. അതിനേക്കാൾ ബലമുള്ളൊരു പൊസിഷൻ സൂര്യന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ സൂര്യന് മാക്സിമം ബലം കിട്ടി, അത് ജാതകത്തിന് വളരെയധികം ഫേവർ ആവുന്ന ഒരു പോയിന്റിലാണ് അദ്ദേഹത്തിന്റെ ജനനം തന്നെ. അതുപോലെ തന്നെയാണ് ചന്ദ്രനും ഏകദേശം ഉള്ളത്. തീർച്ചയായും സൂര്യൻ ആത്മകാരകനും ചന്ദ്രൻ മനസ്സിന്റെ കാരകനുമാണ്. ഇവർ ഇത്രമാത്രം പ്രബലമായി നിൽക്കുമ്പോൾ ഒരു വ്യക്തി ജനിക്കുന്നത് അദ്ദേഹത്തിന് അത്രയും അധികം മാനസിക ശക്തിയും ആത്മീയ ബലവും ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. ഇനി സന്യാസയോഗം ജാതകത്തിൽ ഉള്ളത് കൊണ്ട് അദ്ദേഹം 10-30 വയസ്സ് വരെ നല്ല രീതിയിൽ രാജകൊട്ടാരത്തിൽ എല്ലാ സുഖഭോഗങ്ങളോടും കൂടി ജീവിച്ച് ശേഷമാണ് അദ്ദേഹം ജ്ഞാനത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുടെയൊക്കെ പോയി കണ്ടു. അവസാനം ഒന്നിലും അദ്ദേഹം തൃപ്തനാവാതെ സ്വയം അന്വേഷണത്തിലാണ് അദ്ദേഹം ബോധോദയം പ്രാപിച്ചത് എന്ന് നമ്മളെല്ലാ കഥകളിലും കേട്ടിട്ടുണ്ട്. ഇവിടെ സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും സാമാന്യം കേന്ദ്രത്തിൽ തന്നെ വന്നു എന്നുള്ളത് ജീവിതത്തിൽ എല്ലാ ഒരു ഇന്റൻസിറ്റിയെയാണ് എന്ത് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ആത്മകാരക ഗ്രഹത്തെ കൂടി ഒന്ന് പരിഗണിക്കണം. കാരണം അദ്ദേഹം ഒരു ആത്മീയ മേഖലയിൽ വളരെ വ്യക്തിപ്രഭാവം, ശക്തി അല്ലെങ്കിൽ വ്യക്തിപ്രഭാവമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇവിടെ ആത്മകാരകനായിട്ട് വന്നിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് സൂര്യനാണ്. 29 ഡിഗ്രിയോളം എത്തി നിൽക്കുന്നുണ്ട് മേടൻ രാശിയിൽ. ഈ സൂര്യന്റെ അംശകം നവാംശകത്തിൽ നോക്കിയാൽ സൂര്യന്റെ അംശക രാശിക്ക് 12ലായിട്ടാണ് കേതു നിൽക്കുന്നത്. നമ്മൾ മുമ്പേ രമണ മഹർഷിയുടെ ജാതകവും ചർച്ച ചെയ്ത സമയത്ത് ആത്മകാരകന്റെ നവാംശ രാശി, ആത്മകാരകന്റെ ഒരുമിച്ച് കേതു നിൽക്കുക, ആത്മകാരകന്റെ 12ൽ കേതു നിൽക്കുന്നത് ഒരു മോക്ഷത്തിലേക്കുള്ള പ്രയാണത്തിന്റെ സൂചനയായിട്ട് പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ കൃത്യമായിട്ട് മാച്ച് ചെയ്ത് വരുന്നുണ്ട് നവാംശകത്തിൽ. അത് കുറച്ചുകൂടി നമ്മുടെ ഈ ജാതകം ഏകദേശമൊക്കെ ശരിയാണ് എന്നുള്ളതിലേക്ക് ഒരു ചെറിയ ബലപ്പെടുത്തൽ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ബുധന്റെ ക്വാളിറ്റി അറിയാവുന്നത് അദ്ദേഹം നല്ല സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായും കർക്കിടക ലഗ്നം, ചന്ദ്രൻ ഇത്രയും ബലമുണ്ട്, പൂർണ്ണചന്ദ്രനാണ്. ഒരുപാട് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് ഉണ്ട്. പിന്നെ കുജനും ശുക്രനും ഈ പറയുന്ന യോഗത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ
അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം വളരെ മുൻപന്തിയിലാണ് എന്ന് പറയാം. സൗന്ദര്യവും പൗരുഷവും രാജകീയതയും എല്ലാം തന്നെ ഒത്തിണങ്ങിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ജാതകം തന്നെയാണ് ഈ ബുദ്ധന്റെ ജാതകം എന്ന് കൃത്യമായിട്ട് നമ്മൾക്കത് ജ്യോതിഷത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇതൊരു അടിസ്ഥാനപരമായിട്ടുള്ള വീക്ഷണം മാത്രമാണ്. ദശാപഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഈ ജാതകവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താം എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ് ഞാനിവിടെ തന്നത്. അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു വ്യക്തിയുടെ ജാതകവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.